പ്രഭാതഭേരി. കേരളത്തിൽ പലയിടത്തും ഇടിമിന്നൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും അപകടകരമായ ഭീഷണികളിൽ ഒന്നായി മാറിയിരിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 2015 മുതൽ കേരളത്തിൽ 151 ഇടിമിന്നൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2026 മാത്രം കുറഞ്ഞത് 10 പേർക്ക് ഇതിനകം ജീവൻ നഷ്ടപ്പെട്ടു. തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം ഒരു രാത്രി 8-9 മണിയോടുകൂടി ശക്തമായ ഒരു ഇടിമിന്നലായിരുന്നു. കോട്ടയം വയല കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ മേഴ്സി ബേബി. ഒരു കടയുടെ സൈഡിൽ 3-4 പേരുടെ അവരുടെ ഒരു ആൽത്തറ ഉണ്ടായിരുന്നു. ആൽത്തറയിൽ എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. പെട്ടെന്ന് ഈ ഇടിമിന്നലിന് 4 പേര് അവിടെ നിന്നതിൽ 2 പേര് പെട്ടെന്ന് ബോധം കെട്ട് നിലത്ത് വീണു. 2 പേര് ഷോക്കേറ്റ് അവിടെ നിന്നതുപോലെയായി. പെട്ടെന്ന് അവിടുത്തെ ആളുകളെല്ലാം പെട്ടെന്ന് ഓടിക്കൂടി ഈ 4 പേരെയും കുറവലങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അവിടെ നോക്കിയപ്പോൾ എല്ലാവർക്കും തന്നെ ECG നന്നായിട്ട് വേരിയേഷൻ ആയിരുന്നു. അവരെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു, ഒബ്സർവേഷനിലേക്ക് ആക്കി. പിന്നെ 3-4 ദിവസം കൊണ്ടാണ് അവരൊന്ന് ഓക്കെ ആയത്. ഇനി ഒരാള് ഹോസ്പിറ്റലുണ്ട്. ബോഡി പെയിനും തലയ്ക്ക് പെയിനും ഒക്കെ ആയിട്ട് അവരുണ്ട്. റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്നു. മലപ്പുറം മങ്കട വെള്ളിലാംകുന്ന് 1-ാം വാർഡ് മെമ്പർ അനീസ് വെള്ളിലാംകുന്ന്. നമ്മുടെ മങ്കട പഞ്ചായത്തിൽ വെള്ളില എന്ന് പറയുന്ന പ്രദേശത്ത് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ആളുകളെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ്. കാറ്റ് കൊള്ളാനൊക്കെ വേണ്ടിട്ട്, റിലാക്സിന് വേണ്ടിയിട്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ. അന്ന് അവിടെ 7 പേരുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഒരു വ്യൂ പോയിന്റ് ആണ്. അപ്പൊ അതിനിടയിലാണ് ഇടിയും മിന്നും മഴയൊക്കെ ഉണ്ടായത്. തുറന്നൊരു പ്രദേശമായതുകൊണ്ട് ഒരു ഉയരം കൂടിയ പ്രദേശം എന്നുള്ള നിലക്ക് ഇടിമിന്നലേറ്റ് അവിടെ വീണ് കിടക്കുകയുണ്ടായത്. പിന്നെ കുറച്ച് സമയം അവിടെ വീണ് കിടന്നു. അതിനുശേഷം അതിലെ വന്ന ആളുകളാണ് ഇവരെ കാണുന്നത്. ഉടനെ 6 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 3 പേര് ഹോസ്പിറ്റലിലേക്ക് മരണപ്പെട്ടിരുന്നു. 4-ാമത്തെ ആള് അവിടെ ചെറിയ മെഡിപ്പൊക്കെ ഉണ്ടായിരുന്നു. CPR കൊടുത്തു നോക്കി, പക്ഷെ രക്ഷ ഉണ്ടായില്ല. 4-ാമത്തെ ആൾ മരണപ്പെട്ടു. നാച്ചുറൽ കലാമിറ്റി മൂലം ഉണ്ടായ ഒരു അപകടം നിലക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടൊന്നുമില്ല. കേരളത്തിന്റെ ഇടിമിന്നൽ പാറ്റേണിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി വിദഗ്ധരും കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികളും ചൂണ്ടിക്കാട്ടുന്നു. മുൻ ദശകങ്ങളെ അപേക്ഷിച്ച് ഇടിമിന്നൽ കൂടുതൽ കേന്ദ്രീകൃതവും പ്രവചിക്കാൻ പ്രയാസകരവുമാകുന്നുവെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ ഇപ്പോൾ സജീവമായിട്ടുള്ള വേനൽ മഴയിൽ പ്രധാനമായും 3 അപകടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. കുസാറ്റിലെ അഡ്വാൻസ്ഡ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയറിക് റഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേനൽ മഴയിൽ ഉണ്ടാകുന്ന മേഘങ്ങളുടെ ഘടന അത് കൂടുതലും കൂമ്പാര മേഘങ്ങളുടെ രൂപത്തിലായിരിക്കും. ഇത്തരം കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളിലാണ് ലൈറ്റ്നിങ്ങും തണ്ടറും ഒക്കെ ഉണ്ടാകുന്നത്. ഇടിമിന്നൽ അപകടങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഡേറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ ഡിസാസ്റ്ററുകളിൽ 40 മുതൽ 50% വരെ ഡെത്ത് ഉണ്ടാകുന്നത് ഈ ഇടിമിന്നൽ അപകടങ്ങൾ കൊണ്ടാണ്. കേരളത്തിലും ഈ വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകം തന്നെ ഈ വർഷം 10-ലധികം ആൾക്കാർ ഇടിമിന്നൽ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു റാൻഡമായിട്ട് നടക്കുന്ന ഈവൻ്റ് ആയതുകൊണ്ടാണ് പലരും അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. പണ്ട് വേനൽക്കാലത്ത് ചുരുങ്ങിയ 1-2 ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പാറ്റേൺ മാറിക്കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അന്തരീക്ഷ സ്ഥിതിയിലുള്ള മാറ്റങ്ങളും കൂടെ ചേർന്ന് വരുമ്പോൾ ഇടിമിന്നൽ മേഘങ്ങൾ കൂടുതൽ വ്യാപകമാകുകയും ഇടിമിന്നൽ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും കൂടുതൽ വ്യാപകമാകുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുസാറ്റിൻ്റെ തന്നെ പഠനങ്ങളിൽ ഇടിമിന്നൽ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്, ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളും പിന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഒരു റീജിയനും ഇടിമിന്നലിൻ്റെ അപകട സാധ്യത കൂടിയ സ്ഥലങ്ങളാണ്. അതോടൊപ്പം തന്നെയുള്ള ഈ ഇടിമിന്നൽ മേഘങ്ങൾ കൊണ്ടുവരുന്ന മറ്റ് 2 അപകടങ്ങളാണ് ശക്തിയേറിയ കാറ്റ്. അപ്പം മേഘക്കൂട്ടങ്ങളുടെ മുകളിൽ നിന്ന് വരുന്ന ശക്തിയേറിയ കാറ്റ് താഴെ എത്തുമ്പോൾ ഏകദേശം 50-60 km/h ശക്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് കൂടുതലും ഇലക്ട്രിക്കൽ പോസ്റ്റുകളും നമ്മുടെ കാർഷിക വിളകളും മറ്റും നശിപ്പിക്കുന്ന അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീഴാനുള്ള ഒരു സാധ്യത. പിന്നീട് ഉള്ളതാണ് അതിശക്തമായിട്ടുള്ള മഴ. ഇത്തരം വലിയ കൂമ്പാര മേഘങ്ങൾക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊക്കെ 5 മുതൽ 10 വരെ സെൻറ്റിമീറ്റർ വരെയൊക്കെ മഴ പ്രൊഡ്യൂസ്
പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. അപ്പം ശക്തിയേറിയ മഴയും ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വെള്ളക്കെട്ടിനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അപ്പം ഇത്തരം വേനൽ മഴയോട് അനുബന്ധിച്ച് വരുന്ന ഈ 3 തരത്തിലുള്ള അപകടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങൾക്കിടയിലുള്ള ഏറ്റവും അപകടകരമായ തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് ഇടിമിന്നൽ നേരിട്ട് ഏൽക്കുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നത്. ഭൂചലനത്തിലൂടെയോ സൈഡ് ഫ്ലാഷിലൂടെയോ ആണ് പല മരണങ്ങളും സംഭവിക്കുന്നതെന്ന് ദുരന്ത നിവാരണ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മിന്നലാക്രമണത്തിന് ശേഷം പെട്ടെന്നുള്ള വൈദ്യസഹായം വളരെ നിർണായകമാണ്. മിന്നലിന് ഇരയായ ഒരാൾ വൈദ്യുത ചാർജ് നിലനിർത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള പ്രഥമ ശുശ്രൂഷയിലൂടെയും അടിയന്തര വൈദ്യസഹായത്തിലൂടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇടിമിന്നലേറ്റുള്ള മരണങ്ങളിൽ ചെറുതായെങ്കിലും ഒരു വർധനവ് കാണപ്പെടുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി.എസ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഴമേഘങ്ങളിൽ കൂടുതൽ വിദ്യുച്ഛക്തി സംഭരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഇടിമിന്നലുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ഇടിമിന്നൽ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പ്രാഥമിക ശുശ്രൂഷ ഒരുപക്ഷെ ആളുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ പര്യാപ്തമായിരിക്കും. ഇടിമിന്നൽ ഏൽക്കുന്ന ആൾ മിക്കപ്പോഴും പൊള്ളലുകൾ ഏൽക്കുകയായിരിക്കും സംഭവിക്കുക. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ പൊള്ളലിന് നൽകുന്ന പ്രാഥമിക ശുശ്രൂഷയാണ് ഈ സാഹചര്യത്തിലും നാം നൽകേണ്ടത്. ശരീരത്തിലെ വസ്ത്രങ്ങൾ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഉരുകി ശരീരത്തോട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. ആഭരണങ്ങൾ ഉരുകി ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനും ശ്രമിക്കരുത്. കഴിയുന്നത്ര പൊള്ളലേറ്റ ഭാഗത്ത് തൊലി നഷ്ടപ്പെടാതെ വേണം നാം പ്രാഥമിക ശുശ്രൂഷ നൽകാൻ. ഈ സമയത്ത് ശരീരത്തിന് തണുപ്പിക്കാൻ ഈ ഭാഗത്ത് ഐസോ വെള്ളമോ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമായിരിക്കും. വെള്ളം കുടിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ആൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാം. തുറസായ സ്ഥലത്ത് നീക്കി കിടത്തുകയും അതോടൊപ്പം തന്നെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഇടിമിന്നൽ ഏൽക്കുമ്പോൾ പലപ്പോഴും ഉയർന്ന അളവിലുള്ള വിദ്യുച്ഛക്തി ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനെ തന്നെ നിലപ്പിച്ചു കളയുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ആൾ ശ്വാസം കഴിക്കുന്നുണ്ടാകില്ല, ആൾക്ക് ബോധം ഉണ്ടാകില്ല. ആ സമയത്ത് CPR എന്ന പ്രാഥമിക ശുശ്രൂഷ, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്ന പ്രാഥമിക ശുശ്രൂഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് അബോധാവസ്ഥയിലുള്ള രോഗിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനെപ്പറ്റിയിട്ട് ഒരു ട്രെയിനിങ് നടക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. എങ്കിൽ പോലും ട്രെയിനിങ് ഇല്ലാത്തവർക്കും ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയാണ്, കാരണം അതിന് ജീവന്റെ വിലയുണ്ട്. കേരളത്തിലെ വ്യൂ പോയിന്റുകളിൽ നടന്ന മരണങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ഉല്ലാസയാത്ര എത്ര വേഗത്തിൽ ദുരന്തത്തിൽ അവസാനിക്കാം എന്നതിന്റെ ഉദാഹരണമാണ്. വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളുടെ അതേ ഗൗരവത്തോടെ മിന്നൽ അലർട്ടുകൾ പരിഗണിക്കണമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന പ്രകൃതി ദുരന്തവും ഇടിമിന്നൽ തന്നെയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് പ്രേം പ്രകാശ്: ശരാശരി 2800-നും 3000-നും ഇടയിൽ ആളുകൾ ഓരോ വർഷവും ഇന്ത്യയിൽ ഇടിമിന്നൽ മൂലം മരണപ്പെടുന്നു. ഇടിമിന്നൽ സമയത്ത് അടച്ചുറപ്പുള്ള കെട്ടിടത്തിനുള്ളിൽ തുടരുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അതിനാൽ ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. വീടിന് പുറത്താണെങ്കിൽ യാതൊരു കാരണവശാലും വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ ഗ്രൗണ്ടുകളിലും വീടുകളുടെ തുറന്ന ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നൽ ലക്ഷണം കണ്ടു തുടങ്ങിയാൽ ഉയരത്തിലുള്ള പാറകൾ, കുന്നുകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും എത്രയും വേഗം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. കേബിൾ TV, ലാൻഡ് ഫോൺ തുടങ്ങി പുറമേ നിന്ന് വരുന്ന കേബിളുകൾ ഇടിമിന്നലിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ സുരക്ഷിതമായി ഊരിയിടുക. ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ ഇടിമിന്നൽ സമയത്ത് പാടില്ല. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. പട്ടം പറത്തുവാനോ ജലാശയങ്ങളിൽ ഇറങ്ങുവാനോ പാടില്ല. ശക്തമായ ഇടിമിന്നലുള്ള സമയം നിങ്ങളൊരു തുറസായ സ്ഥലത്തായിപ്പോയി എങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി ഒരു പന്ത് പോലെ ഉരുണ്ട് നിലത്തിരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് യാത്രയിലാണെങ്കിൽ കൈകാലുകൾ പുറത്തിടാതെ ലോഹഭാഗങ്ങളിൽ സ്പർശിക്കാതെ വാഹനത്തിനകത്ത് തന്നെ തുടരുക. സൈക്കിൾ, ബൈക്ക്, ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുക. മഴയുടെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം വളർത്തുമൃഗങ്ങളെ തുറസായ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിക്കെട്ടുക.
ഇടിമിന്നൽ ഉള്ളപ്പോൾ അവയെ അഴിക്കുവാനും സുരക്ഷിതമായി മാറ്റി കെട്ടുവാനും തുറസായ സ്ഥലത്തേക്ക് പോകരുത്. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാം. പഴയ വയറിംഗ് ഉള്ള വീടുകൾക്കാണ് മിക്കപ്പോഴും ഇടിമിന്നലേറ്റ് നാശമുണ്ടാകാറുള്ളത്. സർജ് പ്രൊട്ടക്ഷൻ സംവിധാനം ഇടിമിന്നൽ മൂലം ഉണ്ടാകുന്ന ഉയർന്ന വോൾട്ടേജിൽ നിന്ന് വൈദ്യുത ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതിന് സഹായിക്കും. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളൽ, കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെടൽ തുടങ്ങി ഹൃദയാഘാതം വരെ ഉണ്ടാകാം. മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരിക്കില്ല. അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ ഒരു കാരണവശാലും മടിക്കരുത്. മിന്നലേറ്റാൽ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ്. ഇടിമിന്നൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ യഥാസമയം ലഭിക്കുവാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ദാമിനി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ, വെബ്സൈറ്റ് എന്നിവ വഴിയും ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാം. മിന്നൽ ഒരു നിമിഷാർത്ഥത്തിലുണ്ടാകുന്ന പ്രതിഭാസമാണ്. അതിന്റെ ആഘാതമോ ഭയാനകവും. സർക്കാർ ഏജൻസികൾക്ക് മാത്രം ഈ ദുരന്തങ്ങൾ തടയാനാകില്ല. കഴിയുന്നത്ര എല്ലാ ജനങ്ങളിലും ഇടിമിന്നൽ സുരക്ഷാ അവബോധം എത്തിക്കേണ്ടതുണ്ട്. ഇടിമിന്നലുള്ള സമയത്ത് ജാഗ്രതയോടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു വലിയ സുരക്ഷാ സംസ്കാരത്തിന്റെ ഭാഗമാകുകയാണ്. പ്രളയത്തിലും സമാന ദുരന്തങ്ങളിലും അഭിമാനപൂർവ്വം ഒറ്റക്കെട്ടായി നിന്ന ഒരു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഇടിമിന്നൽ ഭീഷണിക്കെതിരെയും അതേ കൂട്ടായ അവബോധം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമത്രേ.